യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തിൽ സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. യേശുവിൻ്റെ സമീപനം സ്ത്രീകളോട് വളരെ കരുണയോടെയും ഔദാര്യത്തോടെയായിരുന്നു നമ്മൾ കണ്ടു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് സ്ത്രീകൾ സഹകരിച്ചിരുന്നതായി കണ്ടു. അതിനെ തുടർന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സഹകരണത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. നമ്മൾ ആ ചർച്ചയിൽ പ്രിസ്കില്ല എന്ന ഒരു സ്ത്രീയുടെ ശുശ്രൂഷയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായത്. നമ്മൾ ആ ചിന്ത ഇപ്പോൾ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മളുമായിട്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റോമാക്കാർക്ക് ലേഖനം 16-ാം അധ്യായത്തിൽ ഒരുപാട് സ്ത്രീകൾ അവിടെ ശുശ്രൂഷ, അവരെ വന്ദനം പറയുന്നതായിട്ട് പൗലോസ് പറയുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പ്രിസ്കില്ലയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതൊന്ന് തുടർന്ന് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സഭാ സമൂഹത്തിൽ സ്ത്രീകൾ നിർണായകമായിട്ടുള്ള, സഭയുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ റോമാസഭയിൽ പ്രത്യേകിച്ചും പങ്കുവഹിച്ചിട്ടുള്ള സ്ത്രീകളുടെ പേരുകൾ 16-ാമത്തെ അധ്യായത്തിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു 29 പേരുടെ പേരാണ് അവിടെ പറയുന്നതെങ്കിൽ അതിൽ 10 പേരും സ്ത്രീകളാണ്. അതിൽ നമ്മൾ 2 സ്ത്രീകളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫോയ്ബെ എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ എങ്ങനെയാണ് സഭാസമൂഹത്തിന് ശുശ്രൂഷ ചെയ്ത് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ പ്രിസ്കായെക്കുറിച്ച് പറയുന്നത്. അത് 16-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യമാണ്. യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായെ പരിചയപ്പെടുത്തുന്ന സഹപ്രവർത്തകയായിട്ടാണ്. അതായത് പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച. അപ്പോൾ ഈ സഹകരണം എങ്ങനെയാണ് എന്നുള്ളത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അത് ഒരു ടീച്ചിങ് ആണ്. ആളുകളെ പഠിപ്പിക്കുന്ന, വ്യക്തമായിട്ട് പഠിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒരു സ്ത്രീയാണ്. അവിടെയാണ് അപ്പോളോസിനെ, സുവിശേഷ പ്രഘോഷകനായ അപ്പോളോസിനെ ക്രിസ്തു മാർഗത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരു സ്ത്രീയാണ് പ്രിസ്ക. അപ്പം ഇവിടെ റോമർക്കെഴുതിയ ലേഖനത്തിലെ പ്രിസ്ക അദ്ദേഹത്തിൻ്റെ പൗലോസിൻ്റെ സഹപ്രവർത്തകയായിട്ട് പറയുകയാണ്. ഇനി മാത്രമല്ല, അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. അതായത് സുവിശേഷ പ്രഘോഷകൻ, ആ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് ജീവൻ പണയപ്പെടുത്തിയവരാണ്. അതിനുശേഷം വേറൊരു സ്ത്രീയെക്കുറിച്ച് ഈ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യൂനിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. 16-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം സാർ ഒന്ന് വായിക്കാവോ? 16:7. എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗൃഹവാസം അനുഭവിച്ചവരുമായ അന്തോണിക്കോസിനും യൂനിയസിനും അഭിവാദനം നൽകുകയും അവർ അപ്പസ്തോലൻ ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരുമാണ്. അപ്പോൾ അവിടെ സ്ത്രീയും പുരുഷനെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ യൂണിയസാണ് സ്ത്രീ. യൂണിയസിന് അഭിവാദനം നൽകുവൻ. അതിൽ അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരാണ്. ഈ രണ്ടുപേരും അപ്പസ്തോല ഗണത്തിലെ, നമുക്കറിയാം അപ്പസ്തോലൻ എന്ന് പറയുമ്പോഴത്തേക്കും ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അയക്കപ്പെട്ടവരിൽ പ്രമുഖരാണ്. പ്രഘോഷണ രംഗത്ത് വളരെ ഉന്നതമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ച
ഒരു സ്ത്രീയാണ് യൂനിയോ എന്ന് പറയുന്ന. ഇനി വീണ്ടും നമ്മൾ പലരെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് വരികയാണെന്നുണ്ട്, ഒരു തബീത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉം. ഒരു തബീത്ത, ദ്രോഖാസ് എന്ന് മറ്റൊരു പേരുണ്ട്. അത് നല്ല പ്രവർത്തനത്തിനും ഉപവിപ്രവർത്തനത്തിനും പേരുകേട്ട സ്ത്രീയാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 9-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ തബീത്ത എന്ന് പറയുന്നൊരു സ്ത്രീ. പിന്നെ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ക്ലോവെ, ആ സ്ത്രീ അത് ലീഡർ ഓഫ് ഹൗസ് ചർച്ച്, അതായത് കുടുംബ സമ്മേളനത്തിൽ, നേതൃത്വം കൊടുത്തു. കുടുംബങ്ങളിൽ, ഭവനങ്ങളിൽ സഭാ സമ്മേളനമൊക്കെ ഒരു കൂടുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീയാണ്. ലീഡർഷിപ്പ് ഉള്ളവരാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് ആ സ്ത്രീ. പിന്നെ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ 21-ാം അധ്യായത്തിൽ കാണുന്ന 9-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസിൻ്റെ പുത്രിമാർ പ്രവാചകന്മാരായിരുന്നു, പ്രവചനം നടത്തിയിരുന്നുള്ളൊരു കാര്യമാണ്. ഞാൻ ചുരുക്കത്തിൽ ആദിമസഭയിൽ ഈ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, സഭയിൽ പ്രമുഖരായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. സഭാസമൂഹത്തിൻ്റെ വളർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു, നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു. പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണത്തിൽ, പ്രസംഗം, അതുപോലെ തന്നെ സത്യവിശ്വാസം ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നതിൽ തിയോളജിയൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദൈവശാസ്ത്രം പഠിപ്പിച്ചിരുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതെ, അപ്പം അങ്ങനെയുള്ള ആളുകളായിരുന്നു. സഭാ സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊന്നും യഹൂദ സമുദായം നൽകാത്ത ഒരു കാലഘട്ടത്തിൽ, പശ്ചാത്തലത്തിൽ സ്ത്രീകൾ യേശുക്രിസ്തുവും ആദിമസഭയും അവർ പുരുഷന്മാരെ പോലെ തുല്യരായിട്ട് കണ്ട് അവർക്ക് സമൂഹത്തിൽ അംഗീകാരം, അവരുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവരെയും സഭാ ശുശ്രൂഷയിൽ സ്വീകരിക്കുകയും പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നുള്ളൊരു കാര്യമാണ്. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നൊരു കാര്യം. പക്ഷെ ഇന്നത്തെ ഈ ആധുനിക സഭയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും, അതായത് അംഗീകാരമോ അതിനുള്ള വേദികളോ സ്ത്രീകൾക്ക് കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. അത് നോക്കുമ്പോൾ, അതായത് പൊതുസമൂഹത്തിൻ്റെ ഒരു ചിന്ത, ഒരു മനോഭാവം, ഇന്ന് നിലവിലുള്ള പൊതുസമൂഹത്തിൻ്റെ ചിന്തയും മനോഭാവവും സഭാസമൂഹത്തിൽ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഴയതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടിയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നാമെങ്കിലും, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാളും കുറേയൊക്കെ മാറ്റം പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട്. ആ മാറ്റം സഭാസമൂഹങ്ങളിലും പ്രകടമാണെന്നുള്ളതിന് അത് സത്യമാണെങ്കിലും, സാറ് സൂചിപ്പിച്ചതുപോലെ വേണ്ടത്ര പരിഗണനയോ പുരുഷനൊപ്പം സ്ത്രീ തുല്യയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അതനുസരിച്ചുള്ള പ്രവർത്തനമോ ഇല്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആനുപാതികമായിട്ട് വളരുന്നില്ല തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടല്ലോ, സ്ത്രീകൾക്ക് റിസർവേഷൻ, സംവരണം എന്ന് പറയുന്ന ഒരു കാര്യം. അത് പാർലമെന്റിൽ അംഗം സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ നിയമസഭയിൽ 33% എന്ന് നമ്മൾ സംവരണം വെച്ചിട്ടുണ്ട്, ഇല്ലേ? സ്ത്രീകൾ, നമ്മൾ കേരളത്തിൽ 140 MLA-മാരാണുള്ളത്. 140 MLA-മാരിൽ 11 പേരാണ് സ്ത്രീകളുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ശതമാനം ആണ്? 33%-ൽ എത്ര ശതമാനമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. 10% പോലും ഇല്ല. 10% പോലും ഇല്ല. അതിൽ ഈ ഒരു കക്ഷി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു UDF-ന് എനിക്ക് വന്ന് 1 മറ്റേ ഉള്ളൂ ആണ്. അപ്പം ഞാനതിൻ്റെ ഒരു രാഷ്ട്രീയം പറയുകയല്ല, പൊതുസമൂഹത്തിൻ്റെ അവസ്ഥ ഇതാണ്.
543 MP ഉള്ള പാർലമെന്റിൽ 543 തോന്നുന്നു, അല്ലേ? 543 MP നമ്മുടെ പാർലമെന്റിൽ 74 പേരാണ് സ്ത്രീകളുള്ളത്. അപ്പോൾ ഇത് കാര്യം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വളരെ ആനുപാതികമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. വാസ്തവത്തിൽ സംവരണമല്ല വേണ്ടത്. സംവരണം എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ചിന്ത വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും താഴേക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടവരാണെന്ന് എന്നുള്ളൊരു ചിന്ത വരുന്നതാണ്. ഈ സംവരണം എന്നുള്ള ചിന്ത തന്നെ തെറ്റായ ഒരു ആശയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഒരു തുല്യതയിലേക്കാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അവർ തുല്യതയ്ക്ക് വരുന്ന ആ ഒരു കാലം വരെ അങ്ങനെ ഒരു ചിന്തയിൽ അങ്ങനെ ഒരു വേണ്ടി വന്നേക്കാം ചിലപ്പോൾ. സംവരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അർഹതയില്ല, ഒരു ആനുകൂല്യം, അത് മോശമാണ്. അതെ, ആ ചിന്ത. അപ്പോൾ അതിന്റെ മെറിറ്റ് അല്ല നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, അത് ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിലുള്ളൊരു കാര്യമാണ്. വേറെ നോക്കണ്ട, കുടുംബങ്ങളിൽ നോക്കുക. പണ്ടത്തേനേക്കാളും കുറച്ചുകൂടെ ഒരു അവകാശമൊക്കെ സ്ത്രീകൾക്ക് കുടുംബങ്ങളിൽ ഉണ്ട്. പണ്ടൊന്നും സ്ത്രീകളുടെ അഭിപ്രായം ഒന്നും ചോദിക്കില്ലായിരുന്നു. ഇതിനോട് ആരാണ് ഈ അഭിപ്രായം ചോദിച്ചെന്ന് ചോദിക്കും, ഇല്ലേ? ഒരുപക്ഷെ സാറതൊക്കെ കേട്ടിട്ടുണ്ടാവും. കുടുംബത്തിലൊക്കെ ഒരുപാട് നാള് സാറ് ചോദിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോഴും പഴയ ആളുകളൊക്കെ ചോദിക്കും. എന്തോ പഴയ തലമുറക്കാർ ചോദിക്കും. അപ്പോൾ ഇവര് മുൻവശത്തേക്ക്, വീടിന്റെ മുൻവശത്ത് വരാനോ അങ്ങനെ അഭിപ്രായം പറയാനോ ഒന്നും, നിന്നെ ആരാ വിളിച്ചത്, നിന്നെ ആരാ ക്ഷണിച്ചതെന്നൊക്കെ ചോദിക്കും ഉള്ള കാര്യം. അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് പുറത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതെല്ലാം പുരുഷന്മാരായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ജോലികളും ഒക്കെ സ്ത്രീകൾക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ജോലികൾക്കായിട്ട് സ്ത്രീകൾ പോകാനായിട്ട് തുടങ്ങി, ഉയർന്ന നിലയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു മാറ്റം സമൂഹത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മാറ്റം നമ്മുടെ സഭയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് കുടുംബങ്ങളിൽ, നമ്മുടെ കത്തോലിക്ക ക്രൈസ്തവ കുടുംബങ്ങളിൽ ഈ പെൺമക്കൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു തുല്യതയുടെ ഒരു ഇതാണ്. അവരുടെ അഭിപ്രായം ആരായുകയും തീരുമാനം എടുക്കുമ്പോൾ പൊതുവായിട്ട് എല്ലാവരും കൂടി തീരുമാനം എടുക്കാനായിട്ടും ഒക്കെ സാധിക്കണം. പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും, ഇനി നമ്മുടെ ഇടവകളിലേക്കൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം ഈ സ്ത്രീകൾക്ക് ഇടവക സമൂഹത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി പഴയതിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യമുണ്ട്. ഈ അച്ഛൻ പറഞ്ഞു എന്നല്ലോ, നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്യുലർ വേൾഡിൽ ഇങ്ങനെ ഉയർന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ, ആനുപാതികമായിട്ട് സഭയിലേക്ക് നമുക്ക് വരുന്നില്ല. കാരണം യേശു പറഞ്ഞതിൻ്റെ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വരുന്ന വെച്ചാൽ, നിങ്ങളുടെ നീതി ഈ എന്താണ് പരിസയരുടെയും ചുങ്കക്കാരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ എന്താ പ്രത്യേകത? അപ്പൊ നമ്മള് ഈ ലോകത്തേക്കാൾ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു തുല്യത നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. തുല്യത, അവരും ദൈവസന്നിധിയിൽ പുരുഷനെ പോലെ തുല്യരാണെന്നും അത് സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹരാണെന്നും ഒന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. ആ ചിന്ത അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കുന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ദേവാലയങ്ങളിൽ ഇപ്പോൾ പാരിഷ് കൗൺസിലുകളുണ്ട്, പിന്നെ രൂപതയിൽ പാസ്റ്ററൽ കൗൺസിലൊക്കെ ഉണ്ട്. ഈ അവിടെയൊക്കെ ആനുപാതികമായിട്ട് സ്ത്രീകളുണ്ടോ എന്നുള്ളതില്ല. അത് വലിയ യാഥാർത്ഥ്യമാണ്. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ കത്തോലിക്ക സഭ ഈ വലിയ സ്ഥാനങ്ങൾ കൊടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഷെവലിയർ ചേംബർലൈൻ എന്നുള്ളത് ഇന്നേ വരെയായിട്ടും എനിക്കറിയില്ല, ഇനി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയില്ല, ഇന്നേ വരെ ഒരു സ്ത്രീക്ക് ആ സ്ഥാനം കൊടുത്തതായിട്ട് ഇന്നേ വരെ കേട്ടിട്ടില്ല. അതേസമയം ഒരുപാട് രൂപതകളിൽ പുരുഷന്മാർക്ക് ഈ ഷെവലിയർ ചേംബർലൈൻമാരുണ്ട്. അത് വാസ്തവത്തിൽ സഭയുടെ ഭാഗത്തുനിന്ന് തന്നെ അതൊരു ചിന്തിക്കേണ്ടതല്ലേ. ഇവർക്കും അതൊക്കെ അർഹതയുള്ളവർ സ്ത്രീകളുടെ ഇടയിലുണ്ടല്ലോ. സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ഞാനൊരു പുരുഷന് അല്ലാതെ ഒരു സ്ത്രീക്ക് കിട്ടിയതായിട്ട് എനിക്കറിയില്ല.
ഈ കേരളത്തിൽ ഏതായാലും ഒരു സ്ത്രീക്ക് ഞാനിത് അതിന് അന്വേഷിച്ചു. പകരം വേറെ ഏതെങ്കിലും ഒരു സ്ഥാനം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിന് പകരം വയ്ക്കുന്ന വേറെ ഏതായാലും അത് സഭയിൽ അംഗീകാരം തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തന്നെ സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് ഇടവക തലത്തിൽ, ആദ്യം കുടുംബത്തിൽ, അതുപോലെ തന്നെ ഇടവക തലത്തിൽ, രൂപതാ തലത്തിൽ പറഞ്ഞ പോലെ അഭിപ്രായം എടുക്കാനായിട്ടുള്ള സമിതികളുണ്ട് നമ്മുടെ. അതുപോലെ തന്നെ തീരുമാനം എടുക്കാനായിട്ടുള്ള സമിതികളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സ്ത്രീകളെയും ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പം കുറച്ചുകൂടിയൊക്കെ എനിക്ക് തോന്നുന്നത് വത്തിക്കാനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം പഴയതിനേക്കാളും, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതിന് ശേഷം സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വത്തിക്കാനിലെ പല പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ഡിക്കാസ്റ്ററികളിൽ സ്ത്രീകളെ കൂടുതലായിട്ട് നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശുഭതർക്കമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും താഴെത്തോട്ടിലേക്ക് വരുമ്പോൾ എന്തോ ഞാൻ പറഞ്ഞു വരുന്നത്, റൂമിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷെ നമ്മുടെ താഴെത്തോട്ടിലേക്ക് വരുമ്പോൾ അത് ഇവിടെയും നമ്മളത് ഉൾക്കൊള്ളേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭാ സമൂഹത്തിലെ നേതൃത്വത്തിനാണ്. അത് നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ഇടവകളിലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇടവകളിൽ അത് തുടങ്ങാനായിട്ട് വിശ്വാസികളുടെ സമൂഹത്തെ അത് നിരന്തരം ഓർമ്മിപ്പിക്കുകയും അതിന് അവരെ ഒരുക്കുകയും ചെയ്യേണ്ടതാണ്. അത് നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്രയോ അകലെയാണ് ഈ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് പുതിയ നിയമ ഗ്രന്ഥങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ സാമൂഹിക ദർശനം, നമുക്ക് മാതൃകയായിട്ട് തരുന്ന സാമൂഹിക ദർശനത്തെ ഉൾക്കൊള്ളുന്നതിൽ നമ്മൾ എന്തുമാത്രം ഈ 2000 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എന്തുമാത്രം സാധിച്ചിട്ടുണ്ട്, അതിലെന്തുമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയും എന്തെങ്കിലും പോരായ്മയുണ്ടെന്നുണ്ടെങ്കിൽ നടപ്പാക്കുകയും ചെയ്യേണ്ട കാലമൊക്കെ എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞുള്ളതാണ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തിൽ നമ്മൾ ഈ എപ്പിസോഡിൽ വളരെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് റോമാക്കാർക്ക് ലേഖനത്തിലെ 16-ാം അധ്യായത്തിൽ 29 പേരെ അഭിവാദനം ചെയ്യുമ്പോൾ, പൗലോസ് അഭിവാദനം ചെയ്യുമ്പോൾ, ആ 29 പേരിൽ 10 പേര് സ്ത്രീകളുടെ പേര് പറഞ്ഞ് അഭിവാദനം ചെയ്യുകയും അവരെല്ലാം വളരെ സജീവമായിട്ട് ദൈവശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. യഹൂദരെ മാറ്റി നിർത്തിയിരുന്ന സ്ത്രീകളെ യേശു പൊതുവായ സ്ഥലത്തിലേക്ക് കൊണ്ടുവന്നു അംഗീകരിക്കുകയും അവരെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മൾ കാണുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ നിന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. വീണ്ടും ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.